ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാരണ എടുക്കുന്നത് ബസ്മതി റൈസ് അല്ല എടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ കൈമ റൈസ് എന്നോ അല്ലെങ്കിൽ ജീരകശാല റൈസ് എന്ന് പറഞ്ഞിട്ട് റൈസ് വാങ്ങാൻ വേണ്ടി കിട്ടും. ആ റൈസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റൈസിന്റെ അരിമണിയൊക്കെ വളരെ ചെറുതായിരിക്കും. അതേപോലത്തെ റൈസ് ഞാനൊരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മെഷർമെന്റ് കപ്പിലാണ് എടുത്തേക്കുന്നത്. 2 കപ്പ് റൈസ് എടുക്കുമ്പോൾ അതിന്റെ ഡബിൾ വേണം വെള്ളം ഈ റൈസ് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ 2 കപ്പ് റൈസ് എടുക്കുമ്പോൾ 4 കപ്പ് വെള്ളം എടുക്കുക. പിന്നെ റൈസ് നമുക്ക് വേവിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് സ്പൈസസ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ കഷ്ണം കറുകപ്പട്ട എടുത്തിട്ടുണ്ട്. ആ കറുകപ്പട്ട ഞാനിവിടെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 നുള്ള ഏലക്കായുടെ സീഡ്സ് എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടുള്ള ഏലക്കായ ആണെങ്കിൽ ഒരു 6 ഏലക്കായ എടുക്കുക. പിന്നെ ഒരു 10 കറിയാമ്പൂ, 2 ബേ ലീവ്സ്, 1 നുള്ള നല്ല ജീരകം. പിന്നെ ഇതിലേക്ക് നമുക്ക് നെയ്യ് വേണം, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ റൈസ് വേവിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ചേർക്കാനും പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 വലിയ സവോള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സവോള നമ്മൾ സ്ലൈസ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുകയാണെങ്കിൽ ഈ സവോളകൾ എല്ലാവരും ഇങ്ങനെ അല്ലിയായിട്ട് വിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നല്ല എളുപ്പത്തിൽ സവോള നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കിസ്മിസ് എടുത്തിട്ടുണ്ട്, കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. അപ്പോൾ നമുക്ക് നോക്കിയത് അതിന് ഗീ റൈസ് ആക്കാന്ന്. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങൾ ഏറ്റവും ആദ്യം നമുക്ക് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചീനച്ചട്ടിയിലേക്ക് നെയ്യ് ഒഴിക്കുക. ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചേക്കുന്നത്. ഇനി നമുക്ക് ഏറ്റവും ആദ്യം സവോള ഇട്ടിട്ട് വറുത്തെടുക്കുക. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സവോളയിൽ നിന്ന് പകുതി സവോള നമുക്ക് ഇപ്പം ഇടുക. ബാക്കിയുള്ള സവോള നമുക്ക് റൈസ് വേവിക്കുമ്പോൾ അതിലേക്ക് വേണം. നമുക്കിതിലേക്ക് സവോള ചേർക്കാം. ഇപ്പോൾ സവാള മൊരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഈ സവാള ഇട്ട് നമുക്ക് നെയ്യിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് കാഷ്നട്ടും കിസ്മസും വറുത്തെടുക്കാം. നമുക്ക് ഏറ്റവും ആദ്യം കാഷ്നട്ട് വറുക്കാം. അപ്പോൾ കാഷ്നട്ടും നെയ്യിലൂടെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഈ കാഷ്നട്ട് ഇട്ട് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് കിസ്മസ് വറുത്തെടുക്കാം. ഈ കിസ്മസ് ഇട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. കിസ്മിസൊക്കെ നമ്മൾ നെയ്യിലേക്ക് ഇട്ട വഴിക്കാൻ ആ കിസ്മിസ് നന്നായിട്ട് ഇങ്ങനെ പൊന്തി മൊരിഞ്ഞ് വരും. ഇനി നമുക്ക് റൈസ് വേവിക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കാം. റൈസ് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വേറെ പാത്രം എടുക്കാം. ഇതിനകത്ത് തന്നെ ചെയ്യണമെന്നില്ല. ഇനി നമുക്ക് ചൂടായ നെയ്യിലേക്ക് ആയിട്ട് ആദ്യം സ്പൈസസ് എല്ലാം ചേർക്കാം. ജീരകം ഈ സ്പൈസസിൻ്റെ കൂടെ ചേർക്കണ്ട. ഈ സ്പൈസസ് പതുക്കെ ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് ജീരകം ചേർത്താൽ മതി. അല്ലെങ്കിൽ ജീരകം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ സ്പൈസസ് എല്ലാവരും നെയ്യിൽ കിടന്ന് പതുക്കെ ഒന്ന് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നല്ല ജീരകം ചേർക്കാം. ഈ നെയ്യിലേക്ക് നമുക്ക് സവോള ചേർക്കാം. ഈ സവോള നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്തിട്ട് വെള്ളവും ചേർത്തിട്ട് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട്. ഈ സവോള നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഏറ്റവും ആദ്യം റൈസ് വേവിക്കാനുള്ള വെള്ളം ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അത് ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കാം. വെള്ളത്തിൽ ഉപ്പ് കുറച്ച് കൂടി നിൽക്കണം. എന്നാൽ മാത്രമേ റൈസിൽ ഉപ്പ് കറക്റ്റായിട്ട് വരുള്ളൂ. മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ചേർക്കണ വെള്ളം പച്ചവെള്ളമാണെങ്കിൽ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് വേണം റൈസ് ചേർക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് പച്ചവെള്ളത്തിന് പകരം നന്നായിട്ട് തിളച്ച വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഈ വെള്ളം നമുക്ക് മൂടി വയ്ക്കാം. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് റൈസ് ചേർക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ചേർക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് റൈസ് നമുക്ക് വേവിക്കാം. ഏറ്റവും ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് റൈസ് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. റൈസ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വേവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15-20 മിനിറ്റിനുള്ളിൽ നമ്മുടെ റൈസ് നമുക്ക് നന്നായിട്ട് നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും. മീഡിയം ഫ്ലെയിമിലിട്ടുണ്ട്. റൈസ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാം. ഇപ്പോൾ റൈസ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് റൈസ് നമുക്ക് വേവിക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് റൈസ് നമുക്ക് വേവിക്കാം. ഇടയ്ക്ക് നമുക്ക് തുറന്നു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് റൈസ് ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ
റൈസ് ഒരു 20 മിനിറ്റ്സ് ആയി. റൈസ് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഈ റൈസ് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഈ റൈസ് നല്ല കറക്റ്റ് പാകത്തിൻ്റെ റൈസ് വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സർവിങ് ബൗളിലേക്ക് പകർത്തി കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഈ നെയ്ച്ചോറ് നമുക്ക് ഗാർണിഷ് ചെയ്യാം. നമ്മുടെ മലബാർ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്.